നമസ്കാരം. തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. 2025 കടന്നുപോയ വേദന നിറഞ്ഞ നിമിഷങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് തുറന്നു പറയുകയാണ് നടിയും അവതാരികയുമായ വർഷ രമേശ്. ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിലൂടെ അവതാരകയുടെ റോളിൽ എത്തിയതോടെയാണ് വർഷ മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുന്നത്. 2025 തന്റെ നഷ്ടങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ച് വർഷ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വർഷ രമേശിന്റെ വാക്കുകൾ ഇങ്ങനെ: 2025 എന്നെ സംബന്ധിച്ച് വേറെ തന്നെ വർഷമായിരുന്നു. സ്വന്തമായി ഞാനൊരു BMW വാങ്ങിച്ച വർഷം. അതേ വർഷം തന്നെ എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളേസായി വീണ്ടും 0 ആയ വർഷം. മലയാളത്തിലെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയിൽ വീണ്ടും അവതാരികയായി എത്തിയ വർഷം. ഉത്കണ്ഠ, ഉയർന്ന നെഞ്ചിടിപ്പ്, പാനിക് അറ്റാക്ക് തുടങ്ങി പല മാനസിക പ്രശ്നങ്ങൾക്കുമുള്ള മരുന്ന് കഴിച്ച വർഷവും ഇതുതന്നെ. അത്യാവശ്യം നന്നായി സമ്പാദിച്ച വർഷമായിരുന്നു 2025. അതേ വർഷം തന്നെയാണ് എൻ്റേതല്ലാത്ത കാരണത്താൽ ഏറ്റവും കൂടുതൽ പൈസ നഷ്ടപ്പെട്ട് ചതിക്കപ്പെട്ടതും. പൊതുവിൽ ആരുമായി താരതമ്യം ചെയ്യാത്തൊരാളാണ് ഞാൻ. പക്ഷേ ഈ വർഷം മറ്റു പലരുമായിട്ട് എന്നെ താരതമ്യം ചെയ്തു. എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച വർഷം കൂടിയാണിത്. 4-5 രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. ഇതൊക്കെ വാങ്ങിയിട്ടും ഈ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടും ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായ വർഷം. ഇങ്ങനെ ഒറ്റയ്ക്കാവാനും ഇൻഡിപെൻഡൻ്റ് ആവാനും സ്ട്രോങ് ആവാനും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഞാൻ ഇതൊക്കെയായി. രാത്രിയാവാൻ ഞാൻ കാത്തിരിക്കും. കാരണം എനിക്ക് ഉണർന്നിരിക്കുന്നത് ഇഷ്ടമല്ല. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും നെഗറ്റീവ് ചിന്തകൾ. വിഷമങ്ങളും പ്രശ്നങ്ങളും തുടങ്ങും. മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആവും. ഒന്നുറങ്ങാൻ കൊതിച്ചിട്ടുള്ള വർഷമാണ് 2025. മുന്നോട്ടോടുന്നവർക്കേ ക്ഷീണമുണ്ടാവുകയുള്ളൂ. ചായാൻ ഒരു തണലുണ്ടെങ്കിലേ ക്ഷീണമുണ്ടാവൂ. പക്ഷേ എനിക്ക് തണലില്ല. എൻ്റെ കണ്ണു തുറപ്പിച്ച വർഷം കൂടിയാണ് ഈ കടന്നു പോകുന്നത്. മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റാറ്റസും മാത്രം കണ്ടിട്ട് അവരുടെയൊക്കെ ലൈഫ് എമ്മാതിരിയാണ്, നമ്മുടെ ലൈഫ് എന്ത് ഡാർക്കാണെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തുറന്നു പറച്ചിൽ.